ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ ഫോറസ്റ്റ് സൊസൈറ്റി ആൻഡ് കൊളോണിയലിസം എന്ന് പറയുന്ന ഒരു പുതിയ ചാപ്റ്റർ ആണ്. അപ്പം നിങ്ങൾക്ക് അറിയാം അല്ലെ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന സമയത്ത് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിന്റെ പാർട്ടായിട്ട് നമ്മുടെ സൈഡിൽ നിന്ന്, ഇന്ത്യക്കാരുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ പ്രൊട്ടസ്റ്റുകളാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെ, ഫോറസ്റ്റ് സൊസൈറ്റീസ് ഉണ്ട് അല്ലെ, ഫോറസ്റ്റ് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് അത് അവരെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലത്തെ കേസ് നമ്മൾ പഠിക്കുന്നുണ്ട്, വേറെ പുറത്ത് ഔട്ട്സൈഡ് കൺട്രീസിന്റെ കേസസ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. സോ നമ്മൾ ചാപ്റ്റർ പഠിക്കാൻ പോവാണ് ഫോറസ്റ്റ് സൊസൈറ്റി ആൻഡ് കൊളോണിയലിസം. ഓക്കെ, ഫോറസ്റ്റ് സൊസൈറ്റിയെ എങ്ങനെയാണ് കൊളോണൈസേഷൻ അല്ലെങ്കിൽ കോളനി വൽക്കരണം എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ ഫോറസ്റ്റ് സൊസൈറ്റി ആൻഡ് കൊളോണിയലിസം. അപ്പം ഫോറസ്റ്റ് എന്ന് പറയുന്ന കാര്യം അല്ലെ, ഫോറസ്റ്റ് എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് നിങ്ങൾക്ക് അറിയുന്നത്. ഒരു ഫോറസ്റ്റ് അല്ലെ, ഫോറസ്റ്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണ് ഒരു ഫോറസ്റ്റ് നമുക്ക് ചെയ്തു തരുന്നത്. യെസ്, നിങ്ങൾ ഈവൻ വായിക്കുന്ന പുസ്തകങ്ങൾ പോലും എന്തിൽ നിന്നുണ്ടാക്കുന്നതാണല്ലേ, നമ്മൾ ഫോറസ്റ്റില് വുഡിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പം ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രീത്ത് ചെയ്യാൻ വേണ്ടി ഓക്സിജൻ തരുന്നുണ്ട് അല്ലെ, അങ്ങനെ മണ്ണൊലിപ്പ് തടയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഈവൻ നമ്മൾ ഒരുപാട് കാര്യം, നമ്മള് പഴയ ആൾക്കാരൊക്കെ വുഡിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്നു അല്ലെ. ഉണങ്ങിയ മരങ്ങളൊക്കെ എന്ത് ചെയ്യും, വെട്ടിയിട്ട് വിറകായിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഇന്നാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള വീടൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെ. പഴയ കാലത്ത് വുഡ് വെച്ചിട്ടായിരുന്നു വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണെങ്കിലും എന്ത് വേണമായിരുന്നു, ഫോറസ്റ്റിലെ വുഡ് ആവശ്യമാണ്. അതുപോലെ ഹണിയൊക്കെ അല്ലെ, തേൻ ശേഖരിക്കുക, കാട്ടുതേൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് ഫോറസ്റ്റ് പ്രോഡക്റ്റുകൾ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ തന്നെ മെഡിസിനൽ പർപ്പസ് അല്ലെ, ഒരുപാട് മെഡിസിൻസ് അല്ലെ. പഴയ കാലത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറീസോ വൂണ്ടോ എന്തെങ്കിലും ഒരു സംഭവം, എന്തെങ്കിലും അസുഖം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് അവര് ഇത് പ്രകൃതി തരുന്ന അസുഖമാണെന്ന് പറഞ്ഞിട്ട് പ്രകൃതിയിൽ തന്നെയുള്ള അതിനുള്ള മെഡിസിൻസ് ഒക്കെ അവർക്ക് അറിയായിരുന്നു അല്ലെ. ആദിവാസി ജനതകൾക്കൊക്കെ കൂടുതലായിട്ടും ആരുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്, ഫോറസ്റ്റുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് വേണ്ട മെഡിസിൻ ആയിക്കോട്ടെ, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ആയിക്കോട്ടെ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, വീടുണ്ടാക്കാനുള്ള വുഡ്, ഈവൺ അവർക്ക് ഡ്രസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ അല്ലെ, അവർക്ക് ഡ്രസ് ഉണ്ടാക്കാനുള്ള കാര്യം. അപ്പൊ ബേസിക് ആയിട്ടുള്ള അവരുടെ എല്ലാ ആവശ്യങ്ങളും ആരാണ് നിറവേറ്റിക്കൊണ്ടിരുന്നത്? ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ ബേസിക് ആവശ്യങ്ങളൊക്കെ ആര് തന്നെ നിറവേറ്റുന്നുണ്ടായിരുന്നു? ഫോറസ്റ്റ് തന്നെ നിറവേറ്റുന്നുണ്ടായിരുന്നു. പിന്നീട് ഇവിടെ ബ്രിട്ടീഷുകാർ വരുന്ന സമയത്ത് എന്താണ്, അവരുടെ ഒരു ഇൻവേഷൻ അല്ലെ, അവിടെ അവര് ഒന്ന് എന്ത് ചെയ്യാണ്, ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് പുതിയൊരു ടീം വരികയാണ്. അവരവിടെ കുറച്ച് നിയമങ്ങൾ കൊണ്ടുവരികയാണ്. അപ്പം ഓൾറെഡി അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിത സാഹചര്യത്തില് കുറച്ച് ചേഞ്ചസ് വരികയാണ്. സോ അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്, ദാറ്റ് ഈസ് ഫോറസ്റ്റ് സൊസൈറ്റി ആൻഡ് കൊളോണിയലിസം. ഓക്കെ, സോ ഇതന്നെയാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. ടേക്ക് എ ക്വിക്ക് ലുക്ക് അറൌണ്ട് യുവർ സ്കൂൾ ആൻഡ് ഹോം ആൻഡ് ഐഡന്റിഫൈ ഓൾ ദി തിങ്സ് ദാറ്റ് കം ഫ്രം ഫോറസ്റ്റ്. ഫോറസ്റ്റിൽ നിന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന, നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന എന്തൊക്കെ സാധനങ്ങളാണുള്ളത് ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്? ദ പേപ്പർ ഇൻ ദ ബുക്ക് യു ആർ റീഡിങ് അല്ലെ, നിങ്ങളുടെ കയ്യിലുള്ള പേപ്പർ ഉണ്ടാക്കുന്നത് മരങ്ങളിൽ നിന്നാണ്. അതുപോലെ തന്നെ ഡെസ്ക്, ടേബിൾ അല്ലെ, നിങ്ങള് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താ ഡെസ്ക് ഉണ്ട്, നിങ്ങൾക്ക് ബെഞ്ച് ഉണ്ട്, ടേബിൾ ഉണ്ട്, ഇതൊക്കെ എന്തിൽ നിന്നാണ്? ഫോറസ്റ്റ് വുഡ് ഉപയോഗിച്ചിട്ടാണ് അല്ലെ. ഡോറ്, വിൻഡോസ്, നിങ്ങളെ വീടിന്റെ ഡോറും വിൻഡോസും ഒക്കെ എന്താണ്? വുഡ് ഉപയോഗിച്ചിട്ടാണ്. ഡൈസ് ദാറ്റ് കളർ യുവർ ക്ലോത്ത് അല്ലെ, നമ്മുടെ ക്ലോത്ത് കളർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡൈ ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? മരത്തിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലേസസിൽ നിന്നും, അങ്ങനത്തെ പ്ലാന്റുകളിൽ നിന്നുള്ള ഡൈ ഒക്കെയാണ് നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യുക. കെമിക്കലി സിന്തസൈസ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ. ആൻഡ് സ്പൈസസ് ഇൻ യുവർ ഫുഡ് അല്ലെ, നമുക്ക് കഴിക്കേണ്ട ഭക്ഷണത്തില് ഒരുപാട് സ്പൈസസ് ഉണ്ട് അല്ലെ, ഏലക്ക, ഗ്രാമ്പൂ എന്നൊക്കെ പറഞ്ഞിട്ട് സ്പൈസസ് ഉണ്ട്, കുരുമുളക്. ഇതൊക്കെ എന്താണ്, കുറെ ആൾക്കാര് കൾട്ടിവേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഫോറസ്റ്റ് അല്ലെങ്കിൽ നാച്ചുറൽ തരുന്നതാണ് അല്ലെ. ആൻഡ് ഗം ഉണ്ട് അല്ലെ, നമ്മൾ ഉണ്ടാക്കുന്ന ഗം ഉണ്ട്, ഹണി ഉണ്ട്, കോഫി, ടീ ആൻഡ് റബ്ബർ. റബ്ബർ എന്നൊക്കെ പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണല്ലേ, നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. സോ ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫില് മനുഷ്യന്മാർ ആരുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, നാച്ചുറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതാണ്. നാച്ചുറൽ വളരെയധികം ആൾക്കാരുടെ വളരെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അല്ലെ, ബയോഡൈവേഴ്സിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്.
ഇഷ്ടം പോലെ സ്പീഷീസ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് അല്ലെ, പട്ടി, പൂച്ച, പല്ലി എന്നൊക്കെ പറഞ്ഞ പൂമ്പാറ്റ, ഒരുപാട് ജീവികൾക്ക് അഭയം നൽകുന്ന സ്ഥലമാണ് ഫോറസ്റ്റ്. ആ ഫോറസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു നമ്മളുടെ മനുഷ്യന്മാര് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇന്നും നമ്മൾ ജീവിക്കുന്നുണ്ട് അല്ലെ. യെസ്. Do not miss out the oil on chocolates which comes from seeds. അല്ലെ, tannin used to convert skins and hides into leather. അല്ലെ, നമ്മള് ആനിമൽസിന്റെ സ്കിന്നും ഹൈഡൊക്കെ വെച്ചിട്ട് നമ്മൾ പുതപ്പൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ തന്നെ ലെതർ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫോറസ്റ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. The herbs and roots used for മെഡിസിനൽ പർപ്പസ് അല്ലെ, ഞാൻ പറഞ്ഞു അല്ലെ, മരുന്നുകളായിട്ട് ഹെർബ്സും മെഡിസിൻസും ഒക്കെ, നമ്മൾ ഹെർബൽ മെഡിസിൻസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ. അപ്പം ഇതൊക്കെ ആരാണ് തരുന്നത്? ഫോറസ്റ്റ് ആണ് തരുന്നത്. ആൻഡ് ഫോറസ്റ്റ് ഓൾസോ പ്രൊവൈഡ് ബാംബൂ, wood for fuel, grass, charcoal, packaging, fruits, flowers, animals, birds and many other things in the Amazon forest or in the Western Ghats. Amazon forest ആയിക്കോട്ടെ, Western Ghats ആയിക്കോട്ടെ, it is possible to find as many as 500 different plant species in one forest patch. അപ്പൊ നമ്മള് ഒരു ഫോറസ്റ്റ് പാച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 500 ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സിനെ തന്നെ കാണാൻ പറ്റും. നമ്മൾ നമ്മുടെ ചുറ്റും നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്ലാന്റ്സിനെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള. നിങ്ങൾ ചുറ്റും നോക്കുമ്പോൾ നിങ്ങൾക്ക് തെങ്ങ്, മാവ്, പ്ലാവ് എന്നൊക്കെ പറഞ്ഞ് കുറെ പ്ലാന്റ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മളൊരു പാച്ച് ഓഫ് ഫോറസ്റ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഡിഫറെന്റാ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കിക്കുമ്പോൾ തന്നെ നമുക്ക് ഡിഫറെന്റ് 500 വെറൈറ്റീസ് ഓഫ് സ്പീഷീസിനെ കാണാൻ വേണ്ടി പറ്റും. അപ്പം അത്രയും കാടുകളില് അത്രയും ഡിഫറെന്റ് സ്പീഷീസ്, ഈവൻ പ്ലാന്റ്സ് ആയിക്കോട്ടെ ആനിമൽസ് ആയിക്കോട്ടെ, ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. A lot of this diversity is fast disappearing. അതുപോലെ തന്നെ കുറെയൊക്കെ ഡൈവേഴ്സിറ്റീസ് അല്ലെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, പല മരങ്ങളും എന്താണ്, നിങ്ങൾ ഈവൻ ആനിമൽസിന്റെ കേസിലാണെങ്കിൽ പോലും വംശനാശം അല്ലെ, എക്സ്റ്റിങ്ഷൻ സംഭവിക്കുന്ന ആനിമൽസ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ് സ്പീഷീസും ഉണ്ട്. റൈറ്റ്. അപ്പം ഒരുപാട് വെറൈറ്റി സ്പീഷീസ് ഉണ്ട്, ഒരുപാട് വെറൈറ്റി സ്പീഷീസ് ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? യെസ്. And between 700, that is 1700 and 1995, the period of industrialization, 13.9 million square kilometer of forest or 9.3% of the world's total area was cleared for industrial uses. അപ്പം 1700 and 1995, the period of industrialization. അത് ഏത് പീരീഡ് ആണ്? ഇൻഡസ്ട്രിയലൈസേഷന്റെ പീരീഡ് ആണ്. എന്തായിരുന്നു ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഷീൻ ഉപയോഗിച്ചിട്ട് എന്താണ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഒക്കെ നടത്തുന്ന ആ ഒരു പ്രൊഡക്ഷനെയാണ് അല്ലെ, വലിയ സ്കെയിൽ അല്ലെ, ഹ്യൂമൻ മെയ്ഡ് സാധനത്തിന് പകരം മെക്കാനൈസ്ഡ് ആയിട്ട് അല്ലെ, മെഷീൻ യൂസ് ചെയ്തിട്ട് എന്താണ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നു, ഫാക്ടറീസ് ഒക്കെ വരുന്നു. അതാണ് ഇൻഡസ്ട്രിയലൈസേഷന്റെ മേജർ പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ആ സമയത്ത് 13.9 million square kilometer of forest or 9.3% of the world's total area. അപ്പൊ നമ്മുടെ വേൾഡ് മൊത്തത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ 9.3% എന്ന് പറയുന്നത് എന്താണ്? ഫോറസ്റ്റ് ആയിരുന്നു. അപ്പൊ നമുക്കറിയാലേ, വേൾഡ് മൊത്തം നോക്കുമ്പോൾ വാട്ടർ സറൗണ്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അല്ല ബെയർ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ആൻഡ് 9.3% എന്ന് പറയുന്നത് ആ പീരീഡ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷന്റെ സമയത്ത് എന്തായിരുന്നു മക്കളെ? ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു. ആൻഡ് of the world's total area was cleared for forest or 9.3% of the world's total area was cleared for industrial uses, cultivation, pastures and fuel wood. അപ്പം ഇത്രയും സ്ക്വയർ കിലോമീറ്ററിൽ ഫോറസ്റ്റ് ഉള്ള സമയത്ത് എന്ത് ചെയ്യാണ്? അതിന്റെ 9.3% എന്ത് ചെയ്യാണ്? ടോട്ടൽ ഏരിയ എന്ത് ചെയ്തു? ഇൻഡസ്ട്രിയൽ യൂസസിനും കൾട്ടിവേഷന് വേണ്ടിയിട്ടും പാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടും ഫ്യൂവൽ വുഡിന് വേണ്ടിയിട്ടും ഒക്കെ എന്ത് ചെയ്യാണ്? ഈ ഫോറസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ഡീഫോറസ്റ്റേഷൻ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഡീഫോറസ്റ്റേഷൻ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഡീഫോറസ്റ്റേഷൻ ചെയ്യുന്നത്? കൾട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? അത് നമുക്ക് പഠിക്കാം. ഡിഫറെന്റ് ആയിട്ടുള്ള ആസ്പെക്ടിന് വേണ്ടിയിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൾട്ടിവേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോപ്പുലേഷനും കൂടുന്നുണ്ട് അല്ലെ. ഇപ്പത്തെ നമ്മൾ കൾട്ടിവേഷൻ കൂടാനുള്ള ചാൻസ് എന്താ?
ഇപ്പം നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ഇപ്പൊ കൾട്ടിവേഷൻ കൂടുന്നുണ്ട്, അല്ലെങ്കിൽ എന്താ അഗ്രികൾച്ചർ ഫീൽഡ് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റീസൺ എന്താണ്? അതെ, ഇന്ത്യയിൽ പോപ്പുലേഷൻ കൂടുകയാണ്. പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ആൾക്കാർക്ക് ഫുഡ് വേണം. ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? കൾട്ടിവേറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഫീൽഡ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, അല്ലെ, നല്ല നികന്ന ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കൃഷിക്കായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മള് കുറെ സാധനങ്ങൾ, ബിൽഡിങ്സ് ഒരുപാട് വരുന്നുണ്ട്, റോഡ് വരുന്നുണ്ട്, റെയിൽവേ ട്രാക്കുകളുണ്ട്. അപ്പം നമുക്ക് കൾട്ടിവേഷനായിട്ട് പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? മരങ്ങളൊക്കെ വെട്ടി നിർത്തിയിട്ട് അവിടെ ഫീൽഡ് ആക്കിയിട്ട് എടുക്കുമായിരുന്നു ചെയ്തോണ്ടിരുന്നത്. ഓക്കെ, സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് 9.3% ഓഫ് ദി വേൾഡ്സ് ഏരിയ വാസ് ക്ലിയർഡ്. ഓക്കെ, 9.3% ഓഫ് ദി വേൾഡ്സ് ഏരിയ വാസ് ക്ലിയർഡ്. അപ്പം അത്രയും എന്താണ് നമ്മൾ ഫോറസ്റ്റിനെ അങ്ങനെയും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വൈ ഡീഫോറസ്റ്റേഷൻ? എന്തിനു വേണ്ടിയിട്ടാണ് ഡീഫോറസ്റ്റേഷൻ ചെയ്യുന്നത്? എന്തിനാണ് ഡീഫോറസ്റ്റേഷൻ ചെയ്യുന്നത്? ഞാനിപ്പോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദ ഡിസപ്പിയറൻസ് ഓഫ് ഫോറസ്റ്റ് ഇസ് റെഫർഡ് ടു ആസ് ഡീഫോറസ്റ്റേഷൻ. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, DE കണ്ടു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മക്കളെ? റിമൂവൽ എന്നാണ്. ഓക്കെ, നിങ്ങൾ ഡീഹൈഡ്രേഷൻ, ഡീഹൈഡ്രോജിനേഷൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം എവിടെ ഡി എന്ന് കണ്ടു കഴിഞ്ഞാലും എന്താണ്? റിമൂവൽ. അപ്പം ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിമൂവൽ ഓഫ് ഫോറസ്റ്റ്, അല്ലെ? ഫോറസ്റ്റ് ഇല്ലാണ്ടായി പോവുക, അല്ലെങ്കിൽ ഫോറസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക? നശിപ്പിക്കുന്നതിനാണ് എന്ത് പറയുക? ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുക. Okay, so the disappearance of forest is referred to as deforestation. ഫോറസ്റ്റ് ഇല്ലാണ്ടാവുക, അല്ലെ? ഫോറസ്റ്റ് അപ്രത്യക്ഷമാവുന്നതിനാണ് എന്ത് പറയുക? ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുക. ആൻഡ് ഡീഫോറസ്റ്റേഷൻ ഇസ് നോട്ട് എ റീസെന്റ് പ്രോബ്ലം. അത് നമ്മൾ ഇന്നാണെങ്കിൽ നമ്മൾ ഒരുപാട് ഡീഫോറസ്റ്റേഷൻ ഉണ്ട്, അല്ലെ? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണിന് വേണ്ടിയിട്ടും വേറെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടും വുഡിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. എന്നിരുന്നാൽ പോലും അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? പലയിടങ്ങളിലും നമ്മൾ ഫോറസ്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മള് കൂടുതലായിട്ട് ഡിഫോറസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അത് ഇന്നത്തെ ഒരു റീസെന്റ് പ്രോബ്ലം അല്ല. അത് ഇതിനു മുമ്പ് ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ഇഷ്ടം പോലെ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് deforestation എന്ന് പറയുന്ന സംഭവം. The process began many centuries ago, but under colonial rule it became more systematic and extensive. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡീഫോറസ്റ്റേഷൻ. അതെന്താ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം കേട്ടോ. ആൻഡ് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ഡീഫോറസ്റ്റേഷൻ ആണ് കൊളോണിയൽ റൂളിംഗ് സമയത്ത് ഉണ്ടായിരുന്നത്, എസ്പെഷ്യലി ഇൻ ഇന്ത്യ. ഓക്കെ, so land to be improved. In 1600, approximately 1/6 of the Indian landmass was under cultivation. 1600 ഇന്ത്യയിലെ 1/6 എന്ന് പറയുന്ന ലാൻഡ് മാസ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കൾട്ടിവേഷൻ ആയിരുന്നു യൂസ് ചെയ്തത്. Now that figure has gone up to about half. അന്ന് 1/6 ആണെന്നുണ്ടെങ്കിൽ ഇന്ന് എന്താണ്? 3/6 ആണ്, അല്ലെ? ഹാഫ് ആയിട്ട് മാറി. അപ്പം ഇന്നത്തെ ഒരു സമയത്ത് കൾട്ടിവേഷൻ എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പാൻഡ് ആയിട്ടുണ്ട് വലിയ രീതിയിൽ. കാരണം എന്താണ്? അന്നത്തെ സമയത്ത് എന്താണ്? ആൾക്കാരുടെ എണ്ണം കുറവാണോ? ഇന്നങ്ങനെയാണോ? അല്ല, ഇന്ത്യയിലെ പോപ്പുലേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കണം. അപ്പൊ നമ്മള് കൾട്ടിവേഷൻ, അല്ലെ, നമ്മള് കൃഷിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇന്ത്യസ് ലാൻഡ് മാസ് ഫോർ കൾട്ടിവേഷൻ എന്ത് ചെയ്യാണ്? എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? ആസ് പോപ്പുലേഷൻ ഇൻക്രീസ്ഡ് ഓവർ ദ സെഞ്ചുറീസ് ആൻഡ് ദ ഡിമാൻഡ് ഫോർ ഫുഡ് വെന്റ് അപ്പ്, peasants extended the boundaries of cultivation. എങ്ങനെയാ ബൗണ്ടറി എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? ക്ലിയറിംഗ് ഫോറസ്റ്റ് ആൻഡ് ബ്രേക്കിംഗ് ന്യൂ ലാൻഡ്, അല്ലെ? അവര് മരങ്ങൾ ക്ലിയർ ചെയ്തിട്ടാണ്, അല്ലെ, ഫോറസ്റ്റ് ക്ലിയർ ചെയ്തിട്ടാണ് അവര് ഈ കണ്ട ജനതയൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൾട്ടിവേഷൻ ചെയ്യുന്നത്. ഇൻ ദ കൊളോണിയൽ പീരീഡ് cultivation expanded rapidly for a variety of reasons. ഇത് ഒരു റീസൺ ആണ്. അതുപോലെ തന്നെ കൊളോണിയൽ പീരീഡില് ഇങ്ങനെ ഡിഫോറസ്റ്റേഷൻ നടത്തിയിട്ട് കൾട്ടിവേഷൻ എക്സ്പാൻഡ് ചെയ്യാൻ വേറെയും കുറച്ച് റീസൺസ് ഉണ്ട്. അതെന്താണെന്നാണ്, അതാണ് മെയിൻ ആയിട്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിഫോറസ്റ്റേഷൻ നടത്തിയിട്ടുള്ളത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. First, the British directly encouraged the production of commercial crops like jute, sugar, wheat and cotton. ഓക്കെ, നമ്മള്
എന്താ കൃഷി ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഇന്ത്യയിൽ എന്താണ് കാർഷികപരമായിട്ട് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നമുക്ക് കഴിക്കാനുള്ള അരി ഭക്ഷണം, നമ്മള് ഇന്ത്യക്കാര് എന്താണ് പ്രത്യേകിച്ച് കേരളീയരൊക്കെ എന്താണ് അരി ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലെ. സോ നമ്മള് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാർഷിക ഇതായിരുന്നു എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. ബ്രിട്ടീഷുകാര് നേരെ മറിച്ച് അവർക്ക് എന്താ കൊളോണിയൽ പീരീഡിൽ അവർക്ക് വേണ്ടത് കമേഴ്ഷ്യൽ ക്രോപ്സ് ആയിരുന്നു. ജൂട്ട് ആയിക്കോട്ടെ, കോട്ടൺ ആയിക്കോട്ടെ, വീറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷുഗർ ഇൻഡസ്ട്രി അല്ലെ, ആ രീതിയിൽ ആ ഒരു കമേഴ്ഷ്യൽ അവർക്ക് കോട്ടൺ ഒക്കെ അവർക്ക് ക്ലോത്തിലൊക്കെ അവർക്ക് മാർക്കറ്റിംഗ് ആണ് അവര് ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് റോ മെറ്റീരിയൽസ് കൊണ്ടുപോയിട്ട് ബ്രിട്ടനിൽ പോയിട്ട് എന്ത് ചെയ്യുക? മെഷീനൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ മെക്കാനിക്കലി പ്രൊഡക്ഷൻ നടത്തിയിട്ട് മാർക്കറ്റായിട്ട് വീണ്ടും ഇന്ത്യയെ യൂട്ടിലൈസ് ചെയ്യുക. ആ രീതിയിലായിരുന്നു അന്നത്തെ കൊളോണിയലൈസേഷന്റെ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം ഇവിടെ നമ്മള് ബ്രിട്ടീഷുകാർ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറയുകയാണ്? കൊമേഴ്ഷ്യൽ ക്രോപ്സ്, നിങ്ങൾ ഈ ഫുഡിനൊക്കെ വേണ്ടിയിട്ടുള്ള അല്ല ഇവിടെ കൃഷി ചെയ്യേണ്ടത്, കൊമേഴ്ഷ്യൽ ക്രോപ്സ് വേണം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയാണ്. And the demand for these crops increased in 19th century Europe, where food grains were needed to feed the growing urban population and raw materials were required for industrial production. രണ്ട് റീസൺ കണ്ടല്ലോ നിങ്ങൾ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ മാറ്റി അല്ലെങ്കിൽ ഈവൻ ഡീഫോറസ്റ്റേഷൻ നടത്തിക്കൊണ്ടായിക്കോട്ടെ പ്രൊഡക്ഷൻ കൂട്ടിയത്? ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഇൻക്രീസ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് എന്താണ്? റോ മെറ്റീരിയൽ എന്ത് ചെയ്യണം? ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽ നമ്മുടെ ഇവിടെ നിന്ന് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. സോ അത് കാരണം അവര് റോ മെറ്റീരിയലിന് വേണ്ടിയിട്ട് കൊമേഴ്ഷ്യൽ ക്രോപ്സ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയാണ്. ഇനി സെക്കൻഡ്, in the early 19th century the colonial state through thought that forests were unproductive. അപ്പം അവർക്ക് എത്രത്തോളം പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നോ അത്രത്തോളം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ, അവർക്ക് അത്രത്തോളം വിറ്റഴിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം അവര് നെക്സ്റ്റ് ഇനിയും പ്രൊഡക്ഷൻ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നോക്കിയ സമയത്ത് കിടക്കുന്ന ഒരുപാട് ഫോറസ്റ്റുകൾ ഉണ്ട് അല്ലെ, ഒരുപാട് ഫോറസ്റ്റുകൾ ഉണ്ട്. എന്നാ പിന്നെ ഈ ഫോറസ്റ്റ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, നമുക്ക് ഈ ഫോറസ്റ്റ് ഒക്കെ ഡീഫോറസ്റ്റേഷൻ നടത്തിയിട്ട് ഇവിടെ കുറെ പ്രൊഡക്ഷൻ അല്ലെ, ഇവിടെ ഒരുപാട് കൾട്ടിവേഷൻ നടത്തി കഴിഞ്ഞാല് ഇനിയും പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവര് അൺപ്രൊഡക്റ്റീവായി കണ്ടുകൊണ്ട് അല്ലെ, ഫോറസ്റ്റിനെ എന്തായി കണ്ടുകൊണ്ട്? അൺപ്രൊഡക്റ്റീവായി കണ്ടുകൊണ്ട് അവരെന്ത് ചെയ്യാണ്? കൃഷി ചെയ്യാണ്. They were considered to be wilderness that had to be brought under cultivation so that the land could yield agricultural products and revenue and enhance the income of the state. അപ്പം ആ സ്റ്റേറ്റിന്റെ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷനും കിട്ടും, അതുപോലെ തന്നെ അവർക്ക് റവന്യൂ കൂട്ടാനും പറ്റും. അങ്ങനെ അവര് പൈസ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ലാഭം മുൻനിർത്തിക്കൊണ്ടാണ് അവര് എന്താ അൺപ്രൊഡക്റ്റീവ് ആയി കണ്ടുകൊണ്ട് ഫോറസ്റ്റിന് എന്ത് ചെയ്യാണ്? കൾട്ടിവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്. സോ ബിറ്റ്വീൻ 1880 and 1920 cultivated area rose by 6.7 million hectares. അപ്പം അവരുടെ കൾട്ടിവേഷൻ ഏരിയ എത്രയായിട്ട് കൂടുകയാണ്? 6.7 million. 1 million എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 10 lakh ആണ് അല്ലെ. അപ്പം 6.7 million hectares ആയിട്ട് എന്ത് ചെയ്യാണ്? ആ പ്രൊഡക്ഷൻ ഏരിയ എക്സ്പാൻഡ് ചെയ്യാണ്. We always see the expansion of cultivation as sign of progress. അല്ലെ, നമ്മള് എപ്പോഴും കൃഷിയുടെ വികസനം എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രോഗ്രസീവ് ആയിട്ടാണ് അല്ലെ, അത്രയും എക്സ്പാൻഡ് ചെയ്ത് കാർഷികത്തില് അല്ലെങ്കിൽ കൃഷിയിലേക്ക് അത്രയും എക്സ്പാൻഷൻ നടക്കുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു പ്രോഗ്രഷനാണ് മുന്നിൽ കാണുന്നത്. ശരിയല്ലേ? പക്ഷേ എന്താണ്? But we should not forget that for land to be brought under the plow, എന്താ ചെയ്തത്? കൃഷിക്ക് വേണ്ടിയിട്ട് ലാൻഡിന് വേണ്ടിയിട്ട് എന്താ അവര് ചെയ്തത്? ഫോറസ്റ്റ് ഹാവ് ടു ബി ക്ലിയർഡ് അല്ലെ. അപ്പൊ അവർക്ക് ലാൻഡ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഫോറസ്റ്റിന് എന്ത് ചെയ്തു? ക്ലിയർ ചെയ്തു. അങ്ങനെയാണ് അവര് ലാൻഡ് എക്സ്പാൻഡ് ചെയ്തത്. Absence of cultivation in a place does not mean that the land was uninhabited. In Australia, when the white settlers landed, they claimed that the continent was empty or terra nullius. അപ്പം ഇത് അവിടെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുന്നതാണ്. ആബ്സെൻസ് ഓഫ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത് does not mean the land was uninhabited. Then Australia, when the white settlers landed,
they claimed that the continent was empty. അപ്പം വൈറ്റ് സെറ്റിലേഴ്സ് ഓസ്ട്രേലിയയിൽ ലാൻഡ് ചെയ്ത സമയത്ത് അവരെന്താ പറയുന്നത്, ഈ കോണ്ടിനെന്റ് എന്ന് പറയുന്നത് empty ആണ്. In fact, they were guided through the landscape by aboriginal tracks and led by aboriginal guides. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദിവാസി അല്ലെ അബോറിജിനൽ ട്രാക്സും ആൻഡ് അബോറിജിനൽ ഗൈഡ്സും വെച്ചിട്ടൊക്കെയാണ് അവര് എന്തായി പോയത്, അവർക്ക് ഗൈഡിങ് കിട്ടിയത്. The different aboriginal communities in Australia had clearly demarcated territories. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിമാർക്കേറ്റഡ് ടെറിട്ടറീസ് ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നു അല്ലെ, അവിടെ ഓൾറെഡി ഉള്ള ആൾക്കാർ അബോറിജിനൽ ആൾക്കാർക്ക്. And the Gurindjeri people of Australia plotted their land along the symbolic body of the first ancestor Gurundan. Okay, അപ്പം അത് അവരുടെ ആൻസിസ്റ്ററിന്റെ കഥ പറയാണ്. This land included 5 different environment: salt water, riverine tract, lakes, bush and desert plain, which satisfy different socio-economic needs. അവരുടെ ഡിഫറെന്റ് ആ ഏരിയയിലുള്ള പഴയ ആൾക്കാർ അല്ലെ, അവരുടെ ഡിഫറെന്റ് ആയിട്ടുള്ള നീഡിന് അവരുടെ ലാൻഡ് 5 തരത്തില് അല്ലെ, 5 തരത്തിലുള്ള ഉണ്ടായിരുന്നു. സോൾട്ട് വാട്ടർ ഉണ്ടായിരുന്നു, റിവറൈൻ ട്രാക്ട് ഉണ്ടായിരുന്നു, ലേക്സ്, ബുഷസ്, ഡിസേർട്ട് പ്ലെയിൻസും ഉണ്ടായിരുന്നു. ഇത് ആ കോണ്ടെക്സ്റ്റിൽ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. നമുക്ക് തിരിച്ച് ബ്രിട്ടീഷുകാരുടെ ഇടയിലേക്ക് വരാം. ബ്രിട്ടീഷുകാര് എന്ത് ചെയ്യാണ്, ലാൻഡ് എക്സ്പാൻഡ് ചെയ്യാണ്, കൾട്ടിവേഷൻ എക്സ്പാൻഡ് ചെയ്യാണ്, പോപ്പുലേഷൻ കൂടുന്നുണ്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, ആൻഡ് ഓൾസോ അവർക്ക് അവരുടെ റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ടും അവരുടെ ഡിഫോറസ്റ്റേഷൻ നടക്കുകയാണ്. അൺപ്രൊഡക്റ്റീവ് ആയിട്ട് ഫോറസ്റ്റിനെ കണ്ടിട്ട് അവര് ഡിഫോറസ്റ്റേഷൻ നടത്തിയിട്ട് കൂടുതൽ കൊമേഴ്ഷ്യൽ ക്രോപ്സ് പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നു. ആൻഡ് സ്ലീപ്പേഴ്സ് ഓൺ ദി ട്രാക്സ്, sleepers on the track. By the early 19th century, oak forest in England was disappearing. അപ്പം ഇവര് ബ്രിട്ടീഷില് ഇംഗ്ലണ്ടില് എന്ത് ചെയ്യാണ്, 19th സെഞ്ചുറി ആയ സമയത്ത് തുടങ്ങുന്ന സമയത്ത് അവിടുത്തെ ഓക്ക് ഫോറസ്റ്റ് അല്ലെ, ഓക്ക് മരങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, അവിടെ ഡിസപ്പിയർ ചെയ്ത് അല്ലെ, അവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അതിപ്പോ എന്താ, ഓക്ക് മരങ്ങൾ കുറഞ്ഞപ്പോ എന്താ, this created a problem of ടിംബർ സപ്ലൈ ഫോർ ദ റോയൽ നേവി. അപ്പം എന്താണ്, ഇതിന് വേണ്ട ടിംബർ സപ്ലൈ ചെയ്യാൻ ഇവർക്ക് ഇനി എന്തില്ല, റിസോഴ്സ് ഇല്ല. How could English ships be built without a regular supply of strong and durable timber? അപ്പം ഇവർക്ക് അന്നത്തെ മെയിൻ ആയിട്ടുള്ള ഒരു റൂട്ട് എന്ന് പറയുന്നതായിരുന്നു കടൽ മാർഗം അല്ലെ. കടൽ മാർഗം ഇന്ത്യയിൽ എത്താൻ കടൽ മാർഗം റൂട്ട് കണ്ടുപിടിച്ചതിന് ശേഷം അല്ലെ, അത് വളരെ കോളനി ആക്കി. അപ്പം അവിടെ വരിക എന്നുള്ളതും അവിടുത്തെ കാര്യങ്ങൾ നോക്കുക എന്നൊക്കെ പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനവർക്ക് ഷിപ്പുകൾ വേണമായിരുന്നു. ഷിപ്പ് വെറുതെ ഉണ്ടാവോ, ഇല്ല. ഷിപ്പ് എന്ന് പറയുന്ന വലിയ ഷിപ്പുകളൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, ടിംബർ സപ്ലൈ വേണം. പക്ഷെ എന്താണ്, അവിടുത്തെ ഓക്ക് അല്ലെ, ഓക്ക് ഫോറസ്റ്റ് എന്ത് ചെയ്യാൻ തുടങ്ങാണ്, ഡിസപ്പിയർ ചെയ്യാണ്. അവർക്ക് ഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തില്ല, അവർക്ക് ടിംബർ ഇല്ല. How could imperial power to be protected and maintained without ships? അല്ലെ, ഷിപ്സ് ഇല്ലാതെ അവർക്ക് അവരുടെ ഇമ്പീരിയലിസം അല്ലെങ്കിൽ ആ ഒരു ഇമ്പീരിയൽ പവർ അവർക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമോ, ഇല്ല. അപ്പൊ ഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവർക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് എന്ത്, അവരുടെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് ശരിക്കും പറഞ്ഞാല് അന്നത്തെ സമയത്ത് ടിംബർ എന്ന് പറയുന്നത്. Okay, so by the 1820s, search parties were sent to explore the forest resources of India. അങ്ങനെ 1820s ആയ സമയത്ത് എന്ത് ചെയ്തു, ഇന്ത്യയിലെ ഫോറസ്റ്റ് റിസോഴ്സ്, നമ്മുടെ എന്തായാലും കഴിഞ്ഞു അല്ലെ, നമ്മുടെ ഇപ്പൊ ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, ഓക്കിന്റെ ഒരു സ്റ്റോക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറച്ച് ആൾക്കാരെ വിട്ടിട്ട് എന്ത് ചെയ്തു, ഇന്ത്യയിലുള്ള ഫോറസ്റ്റ് സപ്ലൈസ് അല്ലെ, ഇന്ത്യയിലെ ഫോറസ്റ്റ് റിസോഴ്സസ് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ അയച്ചു. Within a decade, trees were being felled on a massive scale and vast quantities of timber were being exported from India. അപ്പം ഒരു 10 വർഷം അല്ലെ, 1820s വിട്ടു, 1830s ആയപ്പോഴത്തേക്ക് ഇന്ത്യൻ ഫോറസ്റ്റിന്റെ റിസോഴ്സസ് ഒക്കെ കണ്ടുപിടിച്ചു. ഒരുപാട് മാസീവായിട്ട് അല്ലെ, ഒരുപാട് ട്രീസ് എന്ത് ചെയ്തു, കട്ട് ഡൗൺ ചെയ്തു അല്ലെ, ഒരുപാട് മരങ്ങൾ മുറിച്ചു. എന്ത് ചെയ്തു, എന്നിട്ട് എങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്തു, അവര് ബ്രിട്ടനിലേക്ക് അല്ലെ, ഇംഗ്ലണ്ടിലേക്ക് എന്ത് ചെയ്തു, അവര് എക്സ്പോർട്ട് ചെയ്തു. Spread of railways from
the 1950s created a new demand. അപ്പം ഷിപ്പിന് വേണ്ടിയിട്ട് ഓൾറെഡി ഒരുപാട് മരങ്ങൾ മുറിച്ചു ഷിപ്പ് ഉണ്ടാക്കുക അല്ലെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ഇമ്പീരിയൽ പവർ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഫോറസ്റ്റ് റിസോഴ്സസ് ഇന്ത്യയിൽ നിന്ന് കണ്ടുപിടിച്ചു, ഒരുപാട് മരങ്ങൾ എടുത്തു. ഇനി സ്പ്രെഡ് ഓഫ് റെയിൽവേസ്, റെയിൽവേ ട്രാക്ക് എക്സ്പാൻഡ് ചെയ്യണം. Okay, spread of railways. Railways വന്നു. From the 1950s created a new demand. Railways were essential for colonial trade and for the movement of imperial troops. അപ്പം റെയിൽവേസ് വേണം അല്ലെ, ഇവിടുന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പണ്ടത്തെ ഇന്ത്യൻ നോക്കുന്ന സമയത്ത് മെയിൻ ആയിട്ടുള്ള ട്രേഡിംഗ് ഇപ്പൊ ഡൽഹിയിലാണെങ്കിലും കൽക്കത്തയിലാണെങ്കിലും ബോംബെയിലാണെങ്കിലും അല്ലെങ്കിൽ മുംബൈ എന്ന് പറയും, മുംബൈയിലാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും ഒക്കെ എന്താണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാ അല്ലെ. നിങ്ങൾ ആലോചിക്കണം, കൽക്കത്തയും മുംബൈയും അല്ലെങ്കിൽ ചെന്നൈയും ഡൽഹിയും തമ്മിലൊക്കെ എന്തോരം ഡിസ്റ്റൻസ് ഉണ്ട് അല്ലെ, ഒരുപാട് ദൂരമല്ലേ, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഇല്ലേ. അത്രയും കിലോമീറ്റേഴ്സ് അവർക്ക് എന്ത് ചെയ്യണം, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെ, അങ്ങോട്ടേക്കും. അതപ്പോ എവിടുന്നെങ്കിലും ഒക്കെ കളക്ട് ചെയ്യുന്ന സാധനം അവർക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇന്ത്യയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യണമെങ്കിലും കൊണ്ടുപോകണമെങ്കിലും ഒക്കെ എന്ത് വളരെ എസെൻഷ്യൽ ആണ്. റെയിൽവേ ട്രാക്സ് വളരെ എസെൻഷ്യൽ ആണ് അല്ലെ. അപ്പം ആ ഒരു റെയിൽവേ ട്രാക്ക് കൺസ്ട്രക്ട് ചെയ്യാന്നുള്ള ഒരു ആവശ്യം അവർക്ക് വരികയാണ്. അപ്പം എന്ത് ചെയ്യാണ്, റെയിൽവേസ് വെയർ എസെൻഷ്യൽ ഫോർ കൊളോണിയൽ ട്രേഡ് and for the movement of imperial troops to run locomotives. Wood was needed as fuel. അപ്പം അതിനു വേണ്ടിയിട്ട് വുഡ് എന്ത് വേണം, ഫ്യൂവൽ ആയിട്ട് വേണം. And to lay railway lines, sleepers were essential to hold the tracks together. ട്രാക്സ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സ്ലീപ്പേഴ്സും വേണം. അപ്പം ഇതിന് അപ്പൊ ഒന്ന് ഫ്യൂവൽ ആയിട്ടും വേണം, സ്ലീപ്പേഴ്സ് ആയിട്ടൊക്കെ വേണം. അപ്പം ഇതിനും എന്ത് വേണം, വുഡ് വേണം അല്ലെ. റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, വുഡ് വേണം. ഈച്ച് മൈൽ ഓഫ് റെയിൽവേ ട്രാക്ക് റിക്വയർഡ് ബിറ്റ്വീൻ 1760 and 2000 സ്ലീപ്പേഴ്സ്. അപ്പം ഈച്ച് മൈൽ ഓഫ് റെയിൽവേ ട്രാക്കിനും എത്ര വേണം, 1760 മുതൽ 2000 സ്ലീപ്പേഴ്സ് വരെ വേണം. അപ്പം അത്രയും എന്ത് വേണം, വുഡിന്റെ ഒരു ആവശ്യം വരികയാണ്. From the 1860s, the railway network expanded rapidly. അപ്പം 1850s ശരിക്കും പറഞ്ഞാൽ റെയിൽവേന്റെ പണിയൊക്കെ തുടങ്ങുന്നത്. ആൻഡ് 1860s ആയ സമയത്ത് റെയിൽവേ നെറ്റ്വർക്ക് എക്സ്പാൻഡഡ് റാപ്പിഡ്ലി ബൈ 1890 അല്ലെ. അവിടുന്ന് 40 വർഷം കഴിഞ്ഞ സമയത്ത് 25,500 കിലോമീറ്റർ ഓഫ് ട്രാക്ക്, എത്രയാണ്, 25,500 കിലോമീറ്റർ അല്ലെ, അത്രയും ദൂരം അല്ലെ. ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, അപ്പം അത്രയും 25,500 കിലോമീറ്റർ ഓഫ് ട്രാക്ക് had been laid. In 1946, the length of the track had increased to over 7,65,000 kilometer. അപ്പം 25,500 നിന്നും 7,65,000 ആയിട്ട് അത്രയും ലാക്ക് അല്ലെ. എത്ര ടൈംസ് ആണ്, 10 times 15 times, അതിനേക്കാളും കൂടുതൽ ടൈംസ് അല്ലെ. അത്രയും ടൈംസ് ആയിട്ട് ഈ ലെങ്ത് ഓഫ് ട്രാക്ക് എന്ത് ചെയ്യാണ്, എക്സ്പാൻഡ് ചെയ്യാണ്. ഈ ലെങ്ത് ഓഫ് ട്രാക്ക് ചുമ്മാ എക്സ്പാൻഡ് ചെയ്യോ, അല്ലെങ്കിൽ ഇതിന് വേണ്ട ഫ്യൂവൽ വേണ്ടേ, ഇതിന് സ്ലീപ്പേഴ്സ് വേണ്ടേ. എവിടെ നിന്നാണ് ഇതിനുള്ള സോഴ്സ് എടുക്കുന്നത്, ഫോറസ്റ്റിൽ നിന്നാണ് ഇതിനുള്ള സോഴ്സ് എടുക്കുന്നത്. As the railway track spread through India, a larger and larger number of trees were felled. അല്ലെ, ഞാൻ പറഞ്ഞു അത്രയും ട്രീസിന്റെ ആവശ്യം വരും. As early as the 1950s, in the Madras Presidency alone, 35,000 trees. നിങ്ങൾ ആലോചിക്കണം, മദ്രാസ് പ്രസിഡൻസിയിൽ മാത്രമായിട്ട് 35,000 ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം. ഒരു മരം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കണം, ഒരു മരം മുറിക്കുക എന്ന് പറയുന്നത് തന്നെ എത്ര വലിയ ടാസ്ക് ആണ് അല്ലെ. നമുക്ക് ഒരു മരം നമ്മൾ അത്രയും സ്നേഹിക്കുന്നതായിരിക്കും. അപ്പൊ ആ ഒരു മരം മുറിക്കുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്. ആ ഒരു പോയിന്റിലാണ് ഇവര് 35,000 ട്രീസ്, അത്രയും 1000 ട്രീസ് ഒരൊറ്റ സ്ഥലത്ത് നിന്ന് അല്ലെ മദ്രാസ് പ്രസിഡൻസിന്ന് മാത്രമായിട്ട് കട്ട് ചെയ്തത്. ആനുവലി ഫോർ ബീങ് കട്ട് ആനുവലി ഫോർ സ്ലീപ്പേഴ്സ് അല്ലെ. വർഷാവർഷം ഇത്രയും എമൗണ്ട്, ഹ്യൂജ് എമൗണ്ടില് ഈ ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പാൻഷന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്, ഇത്രയും ട്രീസ് കട്ട് ചെയ്യാണ്. The government gave out contract to individuals to supply the required quantities. അപ്പം അവർക്ക് വേണ്ട മരങ്ങള് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ആൾക്കാർക്ക് കോൺട്രാക്ട് കൊടുക്കാണ്. These contractors began cutting trees indiscriminately.
forests around the railway tracks fast started disappearing. അപ്പം ഗവൺമെന്റ് മരം മുറിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, കോൺട്രാക്ട് കൊടുക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് അവരൊന്നും നോക്കാതെ അല്ലെ, യാതൊരു ഫ്യൂച്ചർ അതിനെപ്പറ്റി അല്ലെ, മരം മുറിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രത്യാഘാതം ഉണ്ടാവും അല്ലെ, അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ് എന്നൊന്നും നോക്കാതെ അവര് ഛന്നം ഭിന്നമായിട്ട് മരം മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അല്ലെ. ഇന്ത്യൻ ഫോറസ്റ്റ് ഇഷ്ടം പോലെ എന്ത് ചെയ്തു, വെട്ടി മാറ്റി. എന്നിട്ട് വേണ്ടിയിട്ട് ഫാസ്റ്റ് റെയിൽവേ ട്രാക്ക് അവര് എന്ത് ചെയ്തു, ഫോറസ്റ്റ് അറൌണ്ട് ദ റെയിൽവേ ട്രാക്ക് ഫാസ്റ്റ് സ്റ്റാർട്ടഡ് ഡിസപ്പിയറിങ്. അപ്പം റെയിൽവേ ട്രാക്കിന്റെ അടുത്തുള്ള മരങ്ങളായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. കാരണം എന്താണ്, അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ റെയിൽവേ ട്രാക്ക് കൺസ്ട്രക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയയിലുള്ള മരങ്ങൾ അങ്ങ് കൂടുതലായിട്ട് എന്ത് ചെയ്യും, വെട്ടിക്കളയും. അപ്പം ആ രീതിയിലാണ് അവര് നമ്മളുടെ ഫോറസ്റ്റിന് എന്ത് ചെയ്തു, അവര് കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് കൾട്ടിവേഷൻ, എങ്ങനെയാണ് ഡീഫോറസ്റ്റേഷൻ, ആ ഡീഫോറസ്റ്റേഷന്റെ ആവശ്യം എന്തായിരുന്നു അല്ലെ. ഫസ്റ്റ് ഫുഡ് എക്സ്പാൻഷൻ, ഫുഡ് ഉണ്ടാക്കാൻ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഫുഡിന് വേണ്ടിയിട്ടായിരുന്നു ഒന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത്. പിന്നെ റോ മെറ്റീരിയൽസ് കിട്ടുക എന്ന് പറയുന്നതും അല്ലെ. രണ്ടാമതായപ്പോ അവർക്ക് ഷിപ്പ് അല്ലെ, അവരുടെ ഇമ്പീരിയൽ പവർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണമെന്നുണ്ടായിരുന്നു, ഷിപ്പ് വേണമെന്നുണ്ടായിരുന്നു. അപ്പം ഓൾറെഡി ഇംഗ്ലണ്ടിലുള്ള വുഡിന്റെ സ്റ്റോക്ക് ഒക്കെ ഇങ്ങനെ ഡിസപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവര് ഇന്ത്യയില് ഫോറസ്റ്റ് റിസോഴ്സസ് തപ്പി ഒരു 10 വർഷത്തിനുള്ളില് അവർക്ക് ഇഷ്ടം പോലെ ട്രീസ് കിട്ടി. അപ്പം അവർ അത് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് റെയിൽവേ ട്രാക്ക് വളരെ എസെൻഷ്യൽ ആയിട്ട് വന്നു. അപ്പം റെയിൽവേ ട്രാക്കിന് ഫ്യൂവലായിട്ടും സ്ലീപ്പേഴ്സിനൊക്കെ ആയിട്ടും എന്ത് വേണമായിരുന്നു, ഫോറസ്റ്റും വുഡ് വേണമായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടും അല്ലെ തൗസൻഡ്സ് ഓഫ് ട്രീസ് എന്ത് ചെയ്തു, കട്ട് ചെയ്തിട്ടാണ് ആവശ്യങ്ങളൊക്കെ നിറവേറിയത്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, പണ്ട് എന്തോരം സ്ഥലത്ത് മരങ്ങൾ ഉണ്ടായിരുന്നു, ഇന്ന് എത്രത്തോളം സ്ഥലത്ത് മരങ്ങളുണ്ട്, എന്താണ് ഈ മരങ്ങൾക്ക് പറ്റി. അതിന് വേണ്ടിയിട്ട് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസും വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്